സ്വയം എഡിസൺ ബിസിനസ് വീലിൽ മറ്റൊരു കോഗ് മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ, പക്ഷേ സ്വന്തം മനസ്സിൽ. ആദ്യം അവിടെ ജോലിക്ക് പോയ ദിവസം മുതൽ ഓരോ മിനിറ്റിലും എഡിസണിന്റെ ഇമോയറായിരുന്നു അദ്ദേഹം. ബാൺസ് തന്റെ ലക്ഷ്യം നേടിയ ഒരു നിശ്ചിത ആഗ്രഹത്തിന്റെ ശക്തിയുടെ ശ്രദ്ധേയമായ ഒരു ചിത്രമാണിത്, കാരണം അദ്ദേഹം മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മിസ്റ്റർ എഡിസന്റെ ഒരു ബിസിനസ് അസോസിയേറ്റാകാൻ ആഗ്രഹിച്ചു. ആ ലക്ഷ്യം കൈവരിക്കാൻ അവനൊരു പദ്ധതി ഉണ്ടാക്കി. എന്നാൽ അയാൾക്ക് പിന്നിലെ എല്ലാ പാലങ്ങളും കത്തിച്ചു. അവൻ തന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു, അത് തന്റെ ജീവിതത്തിന്റെ ആധിപത്യമായ അഭിനിവേശമായി മാറുന്നതുവരെ ഒടുവിൽ ഒരു വസ്തുതയായി. ഓറഞ്ചിലേക്ക് പോയപ്പോൾ അയാൾ സ്വയം പറഞ്ഞില്ല, എഡിസനെ എനിക്ക് കുറച്ച് സോഫ്റ്റ് ജോലി തരാൻ പ്രേരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അവൻ പറഞ്ഞു, ഞാൻ എഡിസനെ കാണും, ഞാൻ അവനുമായി ബിസിനസ്സിൽ ഏർപ്പെടാൻ വന്നതാണെന്ന് അവനെ അറിയിച്ചു. അവൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് മാസങ്ങൾ അവിടെ ജോലി ചെയ്യും, ഒരാൾക്ക് പ്രോത്സാഹനം ലഭിച്ചില്ലെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും ജോലി നേടും. അവൻ പറഞ്ഞു, ഞാൻ എവിടെയും തുടങ്ങും, എഡിസൺ എന്നോട് ചെയ്യാൻ പറയുന്നതെന്തും ഞാൻ ചെയ്യും, പക്ഷേ പുലർച്ചെ 1 മണിക്ക് മുമ്പ് ഞാൻ അവന്റെ അസോസിയേറ്റ് ആകും. എഡിസൺ ഓർഗനൈസേഷനിൽ എനിക്ക് വേണ്ടത് നേടാനായില്ലെങ്കിൽ മറ്റൊരു അവസരത്തിനായി ഞാൻ കണ്ണുതുറപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ നിശ്ചയിച്ചിട്ടുള്ളൂ, അത് തോമസ് എ എഡിസണുമായുള്ള ഒരു ബിസിനസ് അസോസിയേഷനാണ്. എനിക്ക് പിന്നിലെ എല്ലാ പാലങ്ങളും ഞാൻ കത്തിച്ചുകളയുകയും എന്റെ മുഴുവൻ ഭാവിയും എന്ത് നേടാനുള്ള എന്റെ കഴിവിനു വേണ്ടി പണയം വെക്കുകയും ചെയ്യും. എനിക്കിത് വേണം. പിൻവാങ്ങാൻ സാധ്യമായ ഒരു മാർഗവും അദ്ദേഹം ഉപേക്ഷിച്ചില്ല. അവൻ ജയിക്കണം അല്ലെങ്കിൽ നശിക്കണം. ബാൺസിന്റെ വിജയഗതിയിൽ അത്രയേ ഉള്ളൂ. വളരെക്കാലം മുമ്പ് ഒരു മഹാനായ യോദ്ധാവ് ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചു, അത് യുദ്ധക്കളത്തിലെ അവന്റെ വിജയം ഉറപ്പാക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് ആവശ്യമായി വന്നു. അവൻ തന്റെ സൈന്യത്തെ ഒരു ശക്തനായ ശത്രുവിനെതിരെ അയക്കാൻ പോകുകയായിരുന്നു, ആരുടെ എണ്ണം തന്റേതേക്കാൾ കൂടുതലായിരുന്നു. അവൻ തന്റെ സൈനികരെ ബോട്ടുകളിൽ കയറ്റി ശത്രുവിന്റെ രാജ്യത്തേക്ക് കപ്പൽ കയറി സൈനികരെയും ഉപകരണങ്ങളും ഇറക്കി, തുടർന്ന് അവരെ വഹിച്ച കപ്പലുകൾ കത്തിക്കാൻ ഉത്തരവിട്ടു. ആദ്യ യുദ്ധത്തിനു മുമ്പ് തന്റെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വള്ളങ്ങൾ പുകയുന്നത് നിങ്ങൾ കാണുന്നു. അതിനർത്ഥം നമ്മൾ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് ഈ തീരങ്ങളെ ജീവനോടെ വിടാൻ കഴിയില്ല എന്നാണ്. നമുക്കിപ്പോൾ മറ്റൊരു വഴിയുമില്ല, ഞങ്ങൾ വിജയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കുന്നു. അവർ വിജയിച്ചു. ഏതൊരു ഉദ്യമത്തിലും വിജയിക്കുന്ന ഓരോ വ്യക്തിയും തന്റെ കപ്പലുകൾ കത്തിക്കാനും പിൻവാങ്ങാനുള്ള എല്ലാ സ്രോതസ്സുകളും വെട്ടിമാറ്റാനും തയ്യാറായിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ ബേണിംഗ് ഡിസൈർഡ് വിൻ എന്നറിയപ്പെടുന്ന ആ മാനസികാവസ്ഥ നിലനിർത്താൻ ഒരാൾക്ക് കഴിയൂ. വിജയത്തിന് അത്യാവശ്യമാണ്. വലിയ ചിക്കാഗോ തീപിടുത്തത്തിന്റെ പിറ്റേന്ന് രാവിലെ ഒരു കൂട്ടം വ്യാപാരികൾ സ്റ്റേറ്റ് സ്ട്രീറ്റിൽ നിന്നു അവരുടെ പുകവലിയുടെ അവശിഷ്ടങ്ങൾ നോക്കി.